ധർമ്മസ്ഥലയിൽ സത്യം കുഴിച്ചെടുക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദുരൂഹത മറനീക്കാനുള്ള തീവ്ര പ്രയത്നമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്താണ് ധർമ്മസ്ഥലയിൽ ഈ ദിവസങ്ങളിൽ ഇതുവരെ സംഭവിച്ചത് എന്നത് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. പ്രത്യേക അന്വേഷണ സംഘം അവിടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. നേത്രാവതി കരയിൽ നേരത്തെ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായി മാർക്ക് ചെയ്യപ്പെട്ട പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ പരിശോധന മണ്ണ് കുഴിച്ച് പരിശോധന നടക്കുന്നത്. ഇന്ന് പരിശോധനയുടെ 5ാം ദിനമാണ്. സാക്ഷി SITക്ക് കാണിച്ചു കൊടുത്തത് നേരത്തെ 13 പോയിന്റുകളായിരുന്നു. ഈ 13 പോയിന്റുകൾ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ 4 ദിവസങ്ങളിൽ പരിശോധിച്ച 1 മുതൽ 6 വരെയുള്ള പോയിന്റുകളാണ്. വെള്ളക്കെട്ട് ഒരു പ്രതിസന്ധിയായിരുന്നു. പ്രളയം ഉൾപ്പെടെ ഉണ്ടായ മേഖലയാണ്. 6ാമത്തെ പോയിന്റിൽ നിന്ന് 15 അസ്ഥികൾ ഇന്നലെ കണ്ടെത്തി. അവയിൽ ചിലത് പൊട്ടിയ രൂപത്തിൽ ആയിരുന്നു. ഇതുവരെ പരിശോധിച്ചത് തൊഴിലാളികളെ കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കടക്കുകയാണ്. കുഴിയെടുത്തും മണ്ണ് മാന്തിയും കൊണ്ടുള്ള തിരച്ചിൽ അത് തുടരുന്നതിന് ഒപ്പം തന്നെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കുമുള്ള ശ്രമങ്ങൾ, ആലോചനകൾ ഇപ്പോൾ നടക്കുകയാണ്. അങ്ങനെ വിപുലമായ ആലോചനകളുടെ അടിസ്ഥാനത്തിൽ വിപുലമായ സംഘം തന്നെയാണ് ഇപ്പോൾ പരിശോധനകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ ഇതുവരെ പരിശോധിച്ചത് 5ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമുക്കൊപ്പം സാരംഗ് സുരേഷാണ് ചേർന്നത്. സാരംഗ്, ഇന്നലെ അസ്ഥി കണ്ടെത്തി. അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടായി എന്ന് പറയാം. ചില അസ്ഥികൾ പൊട്ടിയ നിലയിൽ ആയിരുന്നു. അതേ സമയം തന്നെ ചില അസ്ഥികൾ പൊട്ടിയതാണ് എന്ന് പറയുമ്പോൾ ചില പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു അസ്ഥി പുരുഷന്റേത് ആണ് എന്നൊരു സ്ഥിരീകരണത്തിലും ഒക്കെ വന്നിരുന്നല്ലോ. ഇന്നത്തെ പരിശോധന എങ്ങനെയാണ്? ശാസ്ത്രീയമായ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? രതീഷ്, SITയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി ലഭിച്ചത്. ഇപ്പോൾ ആ ഒരു അസ്ഥിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് മുഴുവൻ അന്വേഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് ആ അസ്ഥികൾ അയക്കും. കൂടുതൽ പരിശോധനയ്ക്കായി അസ്ഥികൾ അയക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് SIT നീങ്ങുകയാണ്. ഇനി എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് മണ്ണുമാന്തി യന്ത്രം 7ാമത്തെ പോയിന്റ് ലക്ഷ്യമാക്കി പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ SIT ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ എത്തി കുഴിച്ചെടുക്കൽ നടപടികൾ, ആ ഒരു തിരച്ചിൽ നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധർമ്മസ്ഥലയിലെ തിരച്ചിലിന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണോ എന്ന കാര്യത്തിൽ ചില ആലോചനകൾ നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം കൂടി ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുറെ കൂടി ശാസ്ത്രീയമായി വേഗത്തിൽ തിരച്ചിൽ നടത്താനാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 100-ലധികം മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ട്, നിർബന്ധിക്കപ്പെട്ടതിനാൽ മറവ് ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ നേരത്തെ ഉണ്ടായിരുന്ന വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കാണാതായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പഴയ കേസുകൾ അവ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ട് ധർമ്മസ്ഥലയിൽ തിരച്ചിൽ തുടരുന്നത്. ധർമ്മസ്ഥലയിൽ അസ്ഥി കണ്ടെത്തിയതിൽ വിശദീകരണവുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കേശവ ഗൌഡ അതിനിടെ രംഗത്ത് വരികയാണ്. മുൻപ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് നിയമപരമായിട്ടായിരുന്നു എന്നതാണ് കേശവ ഗൌഡ വിശദീകരിക്കുന്നത്. The person who was saying that there were some bodies, I buried them, and he must know that where he buried and why he buried, and he must know that. So there is no any doubt. Today also may get some bodies in other points also. It is expected. Bodies are cremated in that space. Yeah. Bodies 80 to 90, it might have some other times also. 2000 up to 2005, it may be buried not only here, because it is the river area. Some bodies are coming through river. They might have died somewhere else. In the upper places, they might have died. It was coming, flowing and coming here. Hence, it might have come here. And for that, every legal actions were taken. After 2005, in the panchayat is having its own samadhi, that means pashana or burial place. There it might have burned, it may be burned or might have buried there. So it is placed there. Now after the public burial place, it is burying there only by the panchayat. In that time there is no panchayat burial ground. Yeah. Before 2005 there was no burial places.